ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിത് അതുപോലെയുള്ളൊരു അടിപൊളി ഹെയർ ബാൻഡാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. സാറ്റൻ റിബൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. സാറ്റൻ റിബൺ ആയതുകൊണ്ട് തന്നെ നല്ല കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിത് അതിനായിട്ട് 1 ഇഞ്ച് വീതിയിലുള്ള സാറ്റൻ റിബണാണ് എടുത്തിട്ടുള്ളത്. 7 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ പകുതിയാക്കി മടക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു കത്രിക വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു വീടിൻ്റെയൊക്കെ മേൽക്കൂര പോലെ നമ്മളിതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മെഴുകുതിരി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുക്കുക കേട്ടോ. സാറ്റിൻ ആയതുകൊണ്ട് തന്നെ നൂലൊക്കെ പെട്ടെന്ന് വലിഞ്ഞു പോരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇത്രയും അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു സൂചി നൂലും വേണം. നൂലിൻ്റെ അറ്റത്ത് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ ഫ്ലവർ ചെയ്യാം. ഈ ഒരു ഫ്ലവറിൽ നമ്മൾ 7 പെറ്റൽസാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഇതളിനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസും ചെയ്തെടുക്കണം. ഫസ്റ്റത്തെ ഫ്ലവറിൽ നമ്മൾ 7 ഇതളുകളാണ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഈ ഒരു സാറ്റൻ റിബൺ നമുക്ക് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നോ ബട്ടൺ ഹൗസിൽ നിന്നോ ഒക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. നല്ല കുറഞ്ഞ ചിലവിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ ഇത്. നമുക്ക് സെയിൽ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതാ നമ്മൾ 7 പെറ്റൽസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നൂലിൻ്റെ അറ്റത്തേക്ക് ഇത് അതുപോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ചൊരു ഷൈനിങ് ഉള്ള ഭാഗമല്ലേ, അത് ഒരേ വശത്തേക്ക് ആക്കിയിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ നൂലൊന്ന് ടൈറ്റാക്കി പിടിക്കണം. അതിനുശേഷം നമ്മൾ എല്ലാ ഫ്ലവറും ചെയ്യുന്നത് പോലെ നമ്മൾ ഫസ്റ്റ് കെട്ടിട്ട അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഈ ഒരു സൂചിയെ കോർത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തേക്ക് നൂലിനെ ആക്കി പിടിച്ചിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ 3 ഫ്ലവർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് തയ്യാറാക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഫ്ലവറിൽ 7 പെറ്റലാണുള്ളത്. അടുത്ത ഫ്ലവറിൽ നമുക്ക് 14 പെറ്റൽസ് അറേഞ്ച് ചെയ്തിട്ടൊരു ഫ്ലവർ റെഡിയാക്കി എടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഫ്ലവറും ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിൽ പെറ്റൽസിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ഇതിൻ്റെ മുകളിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് ലൂസാക്കി പിടിച്ചിട്ടാണ് നമ്മൾ ഇത് കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ രണ്ടാമത്തെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തത് കുറച്ചും കൂടി പെറ്റൽസ് അധികം ഉണ്ട്. 20 പെറ്റലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് അതുപോലെ ഒരു ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസിൻ്റെ ഷീറ്റിൽ നമ്മൾ അവസാനം ചെയ്തിട്ടുള്ള ആ വലിയ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ രണ്ടാമത് ചെയ്ത ഫ്ലവർ, പിന്നെ അതിൻ്റെ മുകളിൽ ഏറ്റവും ചെറുതും ആ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഫ്ലവർ ഒട്ടിക്കാൻ പോവാണ്.
അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വരുന്ന പുറത്തേക്ക് കാണുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെയുള്ളൊരു സ്റ്റോൺ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഹെയർ ബാൻഡിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇതുപോലെയുള്ളൊരു ക്യാൻവാസിൻ്റെ ഷീറ്റും കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലിതുപോലെ 2 വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഹെയർ ബാൻഡാണ് നമ്മൾ ഫ്ലവർ ഒട്ടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് പ്ലെയിൻ മെറ്റൽ ഹെയർ ബാൻഡിൽ ഇതുപോലെയുള്ള സാറ്റിൻ റിബൺ വെച്ചിട്ട് ചുറ്റിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ചുറ്റിയെടുക്കാനുള്ള ഹെയർ ബാൻഡോ അല്ലെങ്കിൽ സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡോ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ അയച്ചു തരുന്നതാണ്. ഇനി നമ്മൾ ആ ക്യാൻവാസിൻ്റെ പീസ് ഇതാ നമ്മുടെ ഫ്ലവർ എവിടെയാണ് ഒട്ടിക്കേണ്ടത് ആ ഒരു വശത്ത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിതിൽ നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞൊന്നും പോലില്ല, നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.